സർക്കാർ ഖജനാവിലേക്ക് ലക്ഷങ്ങൾ വരുമാനം ലഭിക്കേണ്ട മണൽ ശേഖരം ലേലം ചെയ്ത് വിൽക്കാത്തത് മൂലം പാഴാകുന്നു. പള്ളിവാസൽ വൈദ്യുതി വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി പഴയ മൂന്നാറിൽ നിർമ്മിച്ച ടണലിന് സമീപമാണ് ലോഡ് കണക്കിന് മണൽ ഉപയോഗശൂന്യമായി കിടന്ന് നശിക്കുന്നത്. പള്ളിവാസൽ വൈദ്യുതി വിപുലീകരണ പദ്ധതിയുടെ പുതിയ ടണലിലേക്ക് വെള്ളമെത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി മുതിരപ്പുഴയിൽ നിന്നും യന്ത്രസഹായത്തോടെ 3 വർഷം മുമ്പ് ശേഖരിച്ച മണലാണിത്. ശേഖരിച്ച മണൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്തെ വൈദ്യുതി വകുപ്പിന്റെ ഭൂമിയിലാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. മണൽ വൈദ്യുതി വകുപ്പ് റവന്യൂ വിഭാഗത്തിന് കൈമാറിയ ശേഷം ലേലം നടത്താനായി പഞ്ചായത്തിന് കൈമാറണമെന്നാണ് നിയമം. എന്നാൽ 3 വർഷമായിട്ടും അധികൃതർ കൈമാറ്റ നടപടികളൊന്നും സ്വീകരിക്കാതെ വന്നതോടെ മണൽ നശിച്ച നിലയിലാണ്. ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധമുള്ള ഐഡൽ പാർക്ക്, ആ പാർക്കിനകത്ത് മണൽ വാരി കൂട്ടി വെറുതെ അങ്ങ് കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ 100 കോടി രൂപയിൽ ബന്ധമുള്ള സർക്കാർക്ക് ലാഭം വരുന്ന ഈ മണലാണ് വെറുതെ അങ്ങ് കുമിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഈ മണൽ ലേലം ചെയ്ത് സർക്കാർക്ക് ലാഭമുണ്ടാക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എടുക്കണമെന്ന് ഈ അവസരത്തിൽ പറയും. യഥാസമയം കൈമാറ്റ നടപടികളും ലേലവും നടത്താത്തത് കാരണം സർക്കാരിന് ലക്ഷങ്ങളുടെ വരുമാനമാണ് നഷ്ടമാകുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ദിനംപ്രതി കടന്നുപോകുന്ന ദേശീയപാതയോരത്താണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മണൽ ശേഖരം കാടുകയറി നശിച്ചു കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.